എല്ലാവരും പാതിരാത്രിയാകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ചാരത്ത് പോയി കിടന്ന് സുഖിക്കുകയാ. അല്ലാഹുവേ, ആ ഭാഗ്യം എനിക്ക് നീ തന്നില്ലല്ലോ അല്ലാ. നാലാമതായിട്ട് ആദം നബി അല്ലാഹുവോട് പറയുന്നു, റബ്ബേ, ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്നെ നീ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഞാനൊരു തെറ്റ് ചെയ്തപ്പോ അല്ലാഹുവേ, നീ എന്നെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. പക്ഷേ അവസാന സമുദായമുണ്ടല്ലോ, അവര് സ്വർഗത്തിന്റെ അതാ വെളിയിൽ വെച്ച് തെറ്റ് ചെയ്താൽ, അവര് സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് തെറ്റ് ചെയ്തു, എന്നിട്ട് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പശ്ചാത്തപിച്ച അവർക്ക് നീ സ്വർഗം കൊടുക്കുന്നല്ല അല്ലാ. എനിക്കാ ഭാഗ്യം തന്നില്ലല്ലോ, എനിക്കാ ഭാഗ്യം തന്നില്ലല്ലോ എന്ന നാളെ പടച്ചവനോട് പരലോകത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് പറയുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് അല്ലാഹു ഒരുപാട് മഹത്വം തന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സമുദായം എന്റെ പ്രിയമുള്ളവരെ ഒരുപാട് മഹത്വമുള്ള സമുദായമാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിലേക്ക് ഞാൻ കടക്കുകയാണ്, എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാ. ആരാ പ്രവാചകനെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു വരികയാ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ശപിക്കപ്പെട്ട ശൈത്താൻ കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എടാ ശപിക്കപ്പെട്ടവരെ, എപ്പോഴും നിന്റെ മുഖത്ത് സന്തോഷമാണല്ലോ. ഓരോ മനുഷ്യനെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കുമ്പോഴും നിനക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, എപ്പോഴെങ്കിലും നീ കരഞ്ഞിട്ടുണ്ടോ ശൈത്താനേ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, എടാ ശപിക്കപ്പെട്ടവര്, എപ്പോഴെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ കരഞ്ഞു പോയിട്ടുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ശപിക്കപ്പെട്ടവന് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞത് നാല് സമയങ്ങളിലാ. അല്ലാഹുവിന്റെ റസൂലിനോട് ശപിക്കപ്പെട്ടവന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞു പോയത് നാല് അവസരങ്ങളിലാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ കരഞ്ഞ സമയമേതാ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, നീ കരഞ്ഞ സമയമേതാ? ആ സമയത്ത് ശപിക്കപ്പെട്ടവന് പറയുന്നു, നബിയേ, അല്ലാഹു എന്നെ ശപിച്ച സമയമുണ്ടല്ലോ. ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ശപിക്കപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ശപിക്കപ്പെട്ടവൻ ആദം നബിയുടെ മുന്നിൽ സുജൂദ് ചെയ്തില്ല. ആ സമയത്ത് അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ചവര്, തീ കൊണ്ട് സൃഷ്ടിച്ച ഞാൻ, പടച്ചവനെ, നീ എന്നെ സൃഷ്ടിച്ചത് തീയിൽ നിന്നാണ്, മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിനെക്കാളും വലിയവൻ ഞാനാ, ഞാൻ ആദമിന് സുജൂദ് ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോ അല്ലാഹു ആദാ ശപിക്കപ്പെട്ടവനെ ശപിക്കുകയാണ്. ശപിക്കപ്പെട്ട് അല്ലാഹുവതാ ശൈത്താനിനെ ശപിക്കുകയാ. ആ സമയത്ത് ശൈത്താൻ വല്ലാതെ കരഞ്ഞുപോയി. രണ്ടാമതായി കരഞ്ഞ സമയം ഏതെന്നറിയുവോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോഴാ അതാ ശപിക്കപ്പെട്ട ശൈത്താൻ പടച്ചവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുമ്പോ ശൈത്താൻ കരഞ്ഞ രണ്ടാമത്തെ സമയം അപ്പോഴാണ്. മൂന്നാമത്തെ സമയം ഏതെന്നറിയുവോ? യാ റസൂലല്ലാഹ്, നിങ്ങൾ ജനിച്ച സമയത്താ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോഴാ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ചപ്പോ ശൈത്താൻ കരഞ്ഞുപോയി. രണ്ട് കുഞ്ഞുങ്ങള് എന്റെ പ്രിയമുള്ളവരെ, ജനിക്കുന്ന സമയത്ത് എല്ലാ കുഞ്ഞുങ്ങളും ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ എല്ലാ കുഞ്ഞുങ്ങളും കരഞ്ഞുകൊണ്ടാ കടന്നു വരുന്നത്. കാരണം എല്ലാ കുഞ്ഞുങ്ങളെയും ശൈത്താൻ നുള്ളി നോവിക്കാറുണ്ട്. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന കുഞ്ഞ് കരയാറുള്ള കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ശപിക്കപ്പെട്ടവന് കുഞ്ഞുങ്ങളെ നുള്ളി നോവിക്കുകയാണ്. പക്ഷേ
എന്റെ പ്രിയമുള്ളവരെ, രണ്ട് കുഞ്ഞുങ്ങൾ പ്രസവിച്ചപ്പോ, രണ്ട് കുഞ്ഞുങ്ങൾ ഈ ഭൂമുഖത്തേക്ക് കടന്നു വന്നപ്പോ, എന്റെ പ്രിയമുള്ളവരെ, കരഞ്ഞത് ശപിക്കപ്പെട്ടവരാ, കരഞ്ഞുപോയത് ശപിക്കപ്പെട്ട ശൈതാനോ. എന്റെ പ്രിയമുള്ളവരെ, ആ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? ആ രണ്ട് കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ ശൈത്താനെ കരയിപ്പിച്ചിട്ടാ ഇറങ്ങി വന്നത്, ശൈത്താനെ കരയിപ്പിച്ചിട്ടാ ഇറങ്ങി വന്നത്. എന്റെ പ്രിയമുള്ളവര്, ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കുഞ്ഞിന്റെ വലത് ചെവിയിൽ ബാങ്ക് വിളിക്കുമല്ലോ, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുക്കുമല്ലോ. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ ചെവിയിൽ ബാങ്ക് വിളിച്ചില്ല, അള്ളാന്റെ റസൂലിന്റെ ചെവിയിൽ ഇഖാമത്ത് കൊടുത്തില്ല. അതിന്റെ ആവശ്യമില്ലായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആമിന ബീവിയുടെ ഗർഭാശയത്തിൽ നിന്ന് എന്റെ പ്രിയമുള്ളവരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ അള്ളാന്റെ റസൂല് സംസാരിച്ചു കൊണ്ടാ ഇറങ്ങി വന്ന് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് വരുമ്പോ എന്തേ ശൈത്താൻ കരഞ്ഞതെന്തിനെന്നറിയുമോ? എന്തിനാണ് ശൈത്താനെ കരയിപ്പിച്ചതെന്നറിയുമോ? ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് വെളിയിലേക്ക് കടന്നു വരുമ്പോ അള്ളാന്റെ റസൂല് പടച്ചവരെ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാ കടന്നു വരുന്നത്. എന്തേ പറഞ്ഞുകൊണ്ട് വന്നത്? അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ അള്ളാന്റെ റസൂല് തന്നെ പറയുകയാ, നമ്മുടെ ചെവിയിൽ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവന്, അല്ലാഹുവാണ് വലിയവന് എന്ന് നമ്മുടെ ചെവിയിൽ എല്ലാവരും ബാങ്ക് വിളിച്ചു തരുമ്പോൾ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ചെവിയില് അല്ലാഹുവാണ് വലിയവനെന്ന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അള്ളാന്റെ റസൂൽ അത് പറഞ്ഞുകൊണ്ടാ ഇറങ്ങി വന്നത്. അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി ബുക്റതൻ വഅസീലാ. അള്ളാന്റെ റസൂൽ ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോ ശൈത്താനെ കരയിപ്പിച്ചുകൊണ്ടാ കടന്നു വന്നത്. അല്ലാഹുവേ, പ്രസവിച്ച സമയത്ത് സംസാരിച്ച 11 മക്കളുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ, പാല് കുടിക്കുന്ന സമയത്ത് 11 കുഞ്ഞുങ്ങളാ സംസാരിച്ചിട്ടുള്ളത്. ആ സംസാരിച്ച 11 കുഞ്ഞുങ്ങളിൽ ഒന്നാമത്തെ കുഞ്ഞേതെന്നറിയുമോ? അത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ അത്ഭുതം കാണിച്ചുകൊണ്ടാ കടന്നു വരുന്നത്. അവിടുത്തെ ജീവിതം മുഴുവനും അത്ഭുതമാണല്ലോ. 23 വർഷക്കാലം 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. അതിനുശേഷം 23 വർഷക്കാലം അള്ളാന്റെ റസൂൽ ജീവിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ ജീവിതം വല്ലാത്ത ജീവിതമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്ന് ആദ്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകന് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാ. തബൂക്ക് യുദ്ധം കഴിഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകനതാ മദീനയിലേക്ക് നടന്നു വരികയാണ്. ആ സമയമുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതി കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുക്കുകയാണ്. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا.
അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞുപോയി. അവിടുന്ന് ജിബ്രീൽ പറയുന്ന നബിയേ, ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന് ഒന്നാമത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാ. അങ്ങയുടെ ദൗത്യം പൂർത്തിയാകാ സമയമായി നബിയേ. അതുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് പറയുന്നു നബിയേ, അല്ലാഹുവിലേക്ക് അടുക്ക് നബിയേ, അല്ലാഹുവിലേക്ക് അടുക്ക് നബിയേ. ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യ് നബിയേ, അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറ നബിയേ. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക് നബിയേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക് നബിയേ. ഇബാദത്തുകൾ അധികരിപ്പിക്കു നബിയേ. അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറ നബിയേ, അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് അള്ള പറഞ്ഞ കാര്യമാ. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറഞ്ഞു തരാൻ അത് മാത്രമേ ഉള്ളൂ. മരണം വരാ സമയമായി വാപ്പാ. പ്രായം കുറേയായില്ലേ, മുടിയെല്ലാം നരച്ചില്ലേ, ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, ശരീരമെല്ലാം മെലിഞ്ഞു തുടങ്ങിയല്ലോ, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയല്ലോ. ഇത് മരണത്തിന്റെ അടയാളമാ. ഒന്ന് നന്നായിക്കൂടെ, ഒന്ന് റബ്ബിലേക്ക് അടുത്തുകൂടെ, ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൂടെ, അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറഞ്ഞ റബ്ബക്കാരാ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാ. പാതിരാത്രി തന്റെ കാല് നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തിരുന്ന് നിസ്കരിക്കുമ്പോ ആയിഷ ബീവി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്തിനാ നബിയെ ഇങ്ങനെ കിടന്ന് നിസ്കരിക്കുന്നത്? എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നല്ലോ. അങ്ങക്ക് സ്വർഗം നിർബന്ധമാണല്ലോ, അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്. പിന്നെ എന്തിനാ നബിയെ കാല് നീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, റബ്ബിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ റമളാൻ മാസത്തിലും ഒരു പ്രാവശ്യം ഖുർആൻ മുഴുവനും അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതിച്ച് കേൾപ്പിക്കാറുണ്ട്. എല്ലാ റമളാൻ മാസത്തിലും ഖുർആനിന്റെ 114 അധ്യായങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതി കേൾപ്പിക്കുകയാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന റമളാൻ ഉണ്ടല്ലോ, 2 ഖത്തമാണ് അല്ലാഹുവിന്റെ റസൂൽ ഓതി തീർത്തത്. 2 പ്രാവശ്യം ഖുർആൻ മുഴുവനും ജിബ്രീലിനെ ഓതി കേൾപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ അധികരിപ്പിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസമുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് അവിടുന്ന് പറയുന്നു, യാ ബിലാൽ, ഞാൻ ഹജ്ജിന് പോവുകയാണ് ബിലാൽ, ഞാൻ ഹജ്ജിന് പോകുകയാണ് ബിലാൽ. ആരെങ്കിലും എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ തയ്യാറെടുക്കാൻ വിളിച്ചു പറ ബിലാൽ. അല്ലാഹുവിന്റെ പ്രവാചകന് ഹജ്ജിന് പോകാ തയ്യാറെടുക്കുകയാണ്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ വരാൻ മനസ്സുള്ളവർ തയ്യാറെടുക്കാ പറയുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണ്.
ജനങ്ങൾ ഒരുമിച്ച് പോകുന്ന സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് വിളിച്ചു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുരീദുൽ ഹജ്ജ ഫൽയതഗയ്യർ. എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് വിളിച്ചു പറയുകയാ, ലോകത്തിന്റെ നേതാവ് ഹജ്ജിന് പോവുകയാണ്. ആരെങ്കിലും പോകുന്നവരുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഹജ്ജിന് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തയ്യാറെടുക്കാ. ബിലാൽ തങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പോയി വിളിച്ചു പറയുകയാ, അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ഹജ്ജിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാർ മുഴുവനും വിളിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന് 9 ഭാര്യമാര് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ 9 ഭാര്യമാരെയും വിളിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എല്ലാവരും തയ്യാറെടുത്തു, എന്റെ കൂടെ ഹജ്ജിന് വരാൻ എല്ലാവരും തയ്യാറെടുത്തു. പാതിരാത്രി ഒരുമിച്ച് കൂടിയവരെ, ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു ഗുണപാഠമുണ്ട്. ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ ഗുരുപാഠം എന്തെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോ ഒറ്റയ്ക്കല്ല പോകേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജിന് പോയപ്പോ ജീവിച്ചിരുന്ന 9 ഭാര്യമാരെയും കൂട്ടിയിട്ടാ കടന്നുപോയത്. അതുകൊണ്ട് ഹജ്ജിന് പോകുമ്പോ, അതുകൊണ്ട് ഉംറയ്ക്ക് പോകുമ്പോ, അതുകൊണ്ട് കറങ്ങാൻ പോകുമ്പോ കൂട്ടുകാരുടെ കൂടെയല്ല കറങ്ങാൻ പോണ്ടത്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൊണ്ട് വേണം പൊന്നുമോനെ സിയാറത്തിന് പോകേണ്ടത്, ഹജ്ജിന് പോകേണ്ടത്, ഉംറയ്ക്ക് പോകേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോടല്ല തയ്യാറെടുക്കാൻ പറയുകയാണ്. എല്ലാവരും തയ്യാറെടുക്കുകയാ, എല്ലാവരും ഒരുങ്ങുകയാണ്. അവസാനം അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ ഹജ്ജിന് പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ അനുചരന്മാര് മുഴുവനും ഹജ്ജിന് വേണ്ടി യാത്രയാകുകയാ. എന്റെ പ്രിയമുള്ളവരെ, 13 ദിവസത്തോളം യാത്രയാണ്. അവസാനം യാത്ര കഴിഞ്ഞിട്ട് എല്ലാവരും മക്കയിലെത്തുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. സഹാബാക്കളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഹജ്ജിന്റെ അമലുകൾ എല്ലാവരും നല്ലപോലെ നോക്കി പഠിക്കണേ. ഹജ്ജിന്റെ അമലുകൾ എങ്ങനെയാണ് ഹജ്ജ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും നോക്കി പഠിക്കണേ സഹാബാ. അടുത്ത വർഷം പറഞ്ഞു തരാൻ ഞാനുണ്ടാകണമെന്നില്ല സഹാബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അടുത്തു എന്നാദ്യമായിട്ട് മനസ്സിലാക്കിയതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് അടുത്തു എന്നാദ്യമായിട്ട് മനസ്സിലാക്കിയതാരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. കാരണം അല്ലാഹുവിന്റെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, എല്ലാവരും ഇന്നെല്ലാം കണ്ടുപഠിച്ചു കൊള്ളണം. അടുത്ത വർഷം ഇത് പറഞ്ഞു തരാൻ ഞാൻ ഉണ്ടാകണമെന്നില്ല. പറയേണ്ട താമസം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണ് നിറയുകയാ. റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇരുന്ന് കരയുകയാണ്. അവിടെ ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഉമറേ, എന്തിനാണ് ഈ കരയുന്നത്? എന്തിനാണ് ഈ കരയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, അങ്ങയുടെ വഫാത്ത് അടുത്തോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചിരിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന്റെ അമലുകൾ മുഴുവനും എല്ലാവരും കണ്ടുപിടിക്കുകയാണ്. റസൂലുള്ളാഹിയുടെ കൂടെ നടന്ന അമലുകൾ എല്ലാവരും ചെയ്യുകയാ. അവസാനം ഹജ്ജിന്റെ സമയം, ഹജ്ജിന്റെ ഫർളായ എന്റെ പ്രിയമുള്ളവരെ, അറഫയിൽ ഒരുമിച്ച് കൂടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാര് മുഴുവനും അതാ അറഫ മൈതാനയിൽ ഒരുമിച്ച് കൂടുമ്പോ ലക്ഷക്കണക്കിന് സഹാബാക്കളോട്, ലക്ഷക്കണക്കിന് അനുചരന്മാരോട് അല്ലാഹുവിന്റെ റസൂൽ, അല്ലാഹുവിന്റെ റസൂൽ അറഫയിൽ വെച്ചൊരു പ്രസംഗം നടത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ അറഫ മൈതാനയിൽ വെച്ചൊരു പ്രസംഗം നടത്തി. എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ
പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതുകയാ. അല്ലാഹുവിന്റെ റസൂൽ അറഫാ മൈതാനിൽ ഒരുമിച്ച് കൂടിയ ലക്ഷക്കണക്കിന് സഹാബാക്കളോട് അവിടുന്ന് വിളിച്ചു പറയുന്നു, സഹാബാ, ഇസ്ലാം പരിപൂർണമായിരിക്കുകയാ, ഇസ്ലാം ഇന്ന് പൂർത്തിയായിരിക്കുകയാ. സഹാബാക്കൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാ. അറഫാ മൈതാനയിൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ പടച്ചവന് സന്തോഷം കൊണ്ട് പരസ്പരം കിടന്ന് കെട്ടിപ്പിടിക്കുകയാ. എല്ലാവരും സന്തോഷിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ ഒരാള് മാത്രം ഇരുന്ന് കരയുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ ഒരാള് മാത്രം ഇരുന്ന് കരയുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ചോദിക്കുന്നു, അബൂബക്കറേ, എന്തിനാ കരയുന്നത്, എന്തിനാ കരയുന്നത്? അവിടെന്ന് പറയുന്നു, ഉമറേ, ഇസ്ലാം പരിപൂർണമായല്ലോ, ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ, ഇനി ഒരു പ്രവാചകന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് നമ്മളെ തൊട്ട് വിട പറയുന്നതിന്റെ അടയാളമോ? രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ ഇങ്ങനെ നോക്കുകയാ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. രണ്ടുപേരെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുകയാ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനോട് അവിടുന്ന് ചോദിച്ചു, നബിയേ, ഞങ്ങള് കരഞ്ഞപ്പോ എന്തിനാ നബിയെ ചിരിച്ചത്, എന്തിനാ നബിയെ ചിരിച്ചത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൈതാനയിൽ ലക്ഷക്കണക്കിന് അടിമകള് ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് എല്ലാവരും സ്വർഗത്തിലെ സീറ്റുറപ്പിക്കുന്നത് കണ്ടപ്പോ ശപിക്കപ്പെട്ട ശൈത്താനുണ്ടല്ലോ, തലയിൽ മുണ്ടിട്ടിട്ട് കരയുന്നത് കണ്ടിട്ട് ചിരിച്ചു പോയതാ സഹാബാ. എന്റെ പ്രിയമുള്ളവരെ, അവസാനം ഉംറ കഴിയുകയാണ്, ഹജ്ജ് കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വന്നു. എന്റെ പ്രിയമുള്ളവരെ, സഫർ മാസം കടന്നു വന്നു, സഫർ മാസം കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഉഹദ് യുദ്ധത്തിലെ ശഹീദായ സഹാബത്തിനെ കബറടക്കിയ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാ. അതാ ഉഹദ് യുദ്ധത്തിൽ കബറടക്കിയ സഹാബത്തിന്റെ കബറിന്റെ ചാരത്ത് ചെന്നിട്ട്, ഓരോ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് യാത്ര പറയുകയാ. ഓരോ കബറിന്റെ ചാരത്ത് ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് സലാം പറഞ്ഞിട്ട് യാത്ര പറയുകയാണ്. ജീവിച്ചിരിക്കുന്നവരോട് യാത്ര പറയുന്നത് പോലെ, ജീവിച്ചിരിക്കുന്നവരോട് യാത്ര പറയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരോടും യാത്ര പറയുകയാ. ഒരുപാട് ബന്ധുക്കൾ അവിടെ കിടപ്പുണ്ടല്ലോ. ഉഹദ് യുദ്ധം അല്ലാഹുവിന്റെ റസൂലിന് മറക്കാൻ കഴിയാത്ത യുദ്ധമാണല്ലോ. എല്ലാവരോടും അല്ലാഹുവിന്റെ റസൂൽ യാത്ര പറഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, വീട്ടിലേക്ക് കടന്നു വന്നു. കുറെ ദിവസം കഴിഞ്ഞു. രണ്ടാമത് ജന്നത്തിൽ ബഖീയിലേക്ക് കടന്നു ചെല്ലുകയാ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, ജന്നത്തിൽ ബഖീയിലേക്ക് കടന്നു ചെന്നിട്ട് അല്ലാഹുവേ, തന്റെ കുടുംബക്കാർ ഒരുപാട് പേര് കബറടക്കിയ സ്ഥലമാണല്ലോ. തന്റെ 7 മക്കളുടെ മയ്യത്ത് അവിടെയാണല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മക്കളുടെ കബറിന്റെ ചാരത്ത്, ബന്ധുക്കളുടെ കബറിന്റെ ചാരത്ത്, ഒരുപാട് സഹാബാക്കളുടെ കബറിന്റെ ചാരത്ത് അല്ലാഹുവിന്റെ റസൂല് പോയിരുന്ന് യാത്ര പറയുകയാണ്. എല്ലാവരോടും അല്ലാഹുവിന്റെ റസൂല് യാത്ര ചോദിച്ചു. എന്റെ പ്രിയമുള്ളവരെ, വീട്ടിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലിന്, എന്റെ അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, എന്റെ പ്രിയമുള്ളവരെ, അതാ വീടിനകത്ത് തലയിൽ കൈവച്ചിട്ടിരുന്ന് കരയുകയാണ്. തലയിൽ കൈവച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയമുള്ളവരെ, അന്ന് ആയിഷ ബീവിക്ക് 18 വയസ്സാ. വീടിനകത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന് വെച്ച ആയിഷയ്ക്ക് വല്ലാത്ത ജീവനാ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ റസൂലുള്ള വഫാത്താകുമ്പോ എങ്ങനെയാണ്
എങ്ങനെയാണ് മനസ്സുകൊണ്ട് ക്ഷമിക്കേണ്ടത് അള്ളാന്റെ റസൂല് പഠിപ്പിക്കുകയാണ്. ആയിഷ ബീവി വീടിനകത്തിരുന്ന് കരയുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ചു, ആയിഷ എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, എനിക്ക് വല്ലാത്ത തലവേദനയാ നബിയേ, എന്റെ തല പൊട്ടുന്ന വേദനയാ നബിയേ, ഞാൻ മരിച്ചു പോകുമെന്ന്, മരിച്ചു പോയാ മതി നബിയേ, തലയ്ക്കകത്ത് വല്ലാത്ത വേദനയാണെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ആയിഷ നീ മരിച്ചു പോയാ നിന്റെ മയ്യത്ത് ഞാൻ കുളിപ്പിക്കും ആയിഷ, നിന്നെ ഞാൻ തന്നെ കഫം പൊതിയും ആയിഷ, നിന്നെ കബറടക്കാൻ ഞാൻ തന്നെ എന്റെ കൈ കൊണ്ട് കബറ് കുഴിക്കും ആയിഷ, നിന്റെ മയ്യത്ത് എന്റെ കൈ കൊണ്ട് ഞാൻ കബറിനകത്തേക്ക് ഇറക്കി വെക്കും ആയിഷ. അള്ളാന്റെ റസൂല് ചിരിച്ചുകൊണ്ട് പറയുമ്പോ ആയിഷ ബീബി പറയുന്നു, നബിയേ ഞാൻ പെട്ടെന്നൊന്നും മരിക്കില്ല നബിയേ, ഞാൻ പെട്ടെന്നങ്ങ് മരിച്ചു കഴിഞ്ഞാ മറ്റുള്ള ഭാര്യമാരുടെ കൂടെ പോയി കഴിയാനല്ലേ. അള്ളാന്റെ റസൂലിനോട് ആയിഷ ബീബി ചിരിച്ചുകൊണ്ട് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, വൈകുന്നേര സമയമായപ്പോ അള്ളാന്റെ റസൂല് വീടിനകത്തിരുന്നിട്ട് പറയുന്നു, ആയിഷ എനിക്ക് വല്ലാത്ത തലവേദന എടുക്കുന്നു ആയിഷ. അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, ആയിഷ ഞാനെങ്ങാണമങ്ങ് മരിച്ചു പോയാലോ? അള്ളാന്റെ റസൂല് തന്റെ 18 വയസ്സുള്ള ഭാര്യയോട് ചോദിക്കുകയാ, ഈ തലവേദന കാരണം ഞാനെങ്ങാണം പെട്ടെന്നങ്ങ് മരിച്ചു പോയാ നീ എന്തു ചെയ്യും ആയിഷ? പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അള്ളാന്റെ റസൂലിന്റെ വാബുദ്ധി പിടിച്ചിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങനെ പറയല്ലേ നബിയേ, അങ്ങ് പോയാ പിന്നെ ആയിഷയില്ല, അങ്ങ് പോയാൽ അങ്ങൊരു തമാശയ്ക്ക് പോലും അങ്ങനെ പറയല്ലേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അള്ളാന്റെ റസൂലിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹിന് പനി പിടിക്കുകയാ, ശരീരം വല്ലാത്ത വേദനയാകുകയാ. അള്ളാന്റെ റസൂലിന് ഷഹീദിന്റെ കൂലിയാ, അള്ളാഹുവിന്റെ പ്രവാചകന് നാളെ ഷഹീദിന്റെ കൂലിയാണ്. കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു യുദ്ധത്തിന് പോകുമ്പോ ഒരു യഹൂദിയായ പെണ്ണുണ്ടല്ലോ, അള്ളാന്റെ റസൂലിനെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാണ്. ആ പെണ്ണിനറിയാ അള്ളാന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം ആടിന്റെ കുറുകല്ലാണ്, ആടിന്റെ കുറുകല്ലാണ് അള്ളാന്റെ റസൂലിന് വല്ലാത്ത ഇഷ്ടമാണ്. യഹൂദിയായ പെണ്ണ് റസൂലുള്ളാഹിയെയും സഹാബത്തിനെയും ഭക്ഷണം കഴിക്കാൻ വിളിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, കൊടും വിശത്തിനകത്ത് ഇറച്ചിയെടുത്ത് മുക്കിയിട്ട് പൊരിച്ചു വെച്ചിരിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് അതാ വിഷം കലർത്തി ഇറച്ചി കൊണ്ട് വെച്ച് കൊടുക്കുമ്പോ അള്ളാന്റെ റസൂൽ അത് കഴിക്കുകയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂല് സഹാബത്തിനോട് പറഞ്ഞു, ആ സഹാബാ, ആരും ഇറച്ചി കഴിക്കല്ലേ, ഇതിനകത്ത് വിഷം കലർത്തിയിട്ടുണ്ട് സഹാബാ. അള്ളാന്റെ റസൂല് രോഗം പിടിക്കാനുള്ള ഒരു കാരണം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, രോഗം പിടിക്കുകയാ. അള്ളാന്റെ റസൂലിന് പനി പിടിച്ചു, ശരീരം വല്ലാത്ത വേദനയാണ്, ശരീരം വല്ലാത്ത വേദനയാണ്. അള്ളാന്റെ റസൂല് ഒരു ദിവസം ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബാങ്ക് വിളിച്ചിട്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് വീടിന്റെ കവാടത്തിലേക്ക് ചെന്നിട്ട്, യാ റസൂലല്ലാഹ്, നിസ്കരിക്കാൻ സമയമായി നബിയേ. ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പേ ബിലാൽ തങ്ങൾ എല്ലാ ദിവസവും വീട്ടിൽ പോയി വിളിക്കാറുണ്ട്. അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ വെളിയിൽ നിന്ന് വിളിക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, ആയിഷ, ബിലാലിനെ അകത്തേക്ക് വിളിക്ക ആയിഷ, ബിലാലിനെ അകത്തേക്ക് വിളിക്ക ആയിഷ. ബിലാൽ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നു, ബിലാലേ, എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല, എനിക്ക് എഴുന്നേക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖിനോട് ഒന്ന് ഇമാമത്ത് നിൽക്കാ പറ ബിലാൽ.
ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലിറങ്ങുകയാ. ബിലാൽ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിന്നിട്ട് പൊട്ടിക്കരയുകയാ. സഹാബത്ത് ചോദിച്ചു, എന്തിനാ കരയുന്നത്? യാ സഹാബാ, അള്ളാന്റെ റസൂലിന് നമസ്കരിക്കാൻ വരില്ല. അള്ളാന്റെ റസൂൽ രോഗം കൂടിയിട്ട് കിടക്കുകയാണ്. പറഞ്ഞു തീരണ്ട താമസമുണ്ടല്ലോ. പള്ളിക്കകത്ത് വല്ലാത്ത കരച്ചലാ. വിളിച്ചു കൂവുന്ന ശബ്ദം കേട്ടിട്ട് അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എവിടെ നിന്നാ ശബ്ദം കേൾക്കുന്നത്? നബിയേ, അങ്ങയുടെ അനിയന്മാര് കിടന്ന് കരയുന്ന ശബ്ദമാണ്. അങ്ങ് പള്ളിയിലേക്ക് പോകില്ലെന്ന് പറഞ്ഞപ്പോ അതിന്റെ വിഷമം കാരണം കരയുകയാ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ റബ്ബിനോട് ദുആ ചെയ്യുന്നു, അല്ലാ എനിക്ക് അല്പമൊന്ന് ആഫിയത്ത് തരുവോ അല്ലാ, എനിക്കൊന്ന് നിസ്കരിക്കണം പടച്ചവരെ, എനിക്കൊന്ന് നിസ്കരിക്കണം പടച്ചവരെ. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്. രോഗമൽപ്പം കുറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അലിയാര് തങ്ങളുടെ തോളിൽ കൈവച്ചിട്ട് രണ്ട് സഹാബത്തിനെ വിളിച്ചു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, ഉസാമ റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരുടെയും തോളിൽ ഇങ്ങനെ കൈയെടുത്ത് വെച്ചു. രണ്ടുപേരുടെയും ചുമലിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കൈയെടുത്ത് വെച്ചിട്ട്, എന്റെ പ്രിയമുള്ളവരെ, പള്ളിയിലേക്ക് പോവുകയാ. എങ്ങനാ പോയതെന്നറിയുവോ? എങ്ങനെയാ പോയതെന്നറിയുവോ? രണ്ട് കാലും തറയിൽ കിടന്ന് വലിച്ചുകൊണ്ടാ പോയത്. നടക്കാവയ്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് കാലും തറയിൽ കിടന്ന് വലിയുകയാ. തോളിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. സഹാബാക്കൾ മുഴുവനും കരച്ചിൽ നിർത്തി. അല്ലാഹുവിന്റെ റസൂൽ പള്ളിക്കകത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ടൊരു പ്രസംഗം നടത്തി. യാ സഹാബാ, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവർക്കും മരണമുണ്ട് സഹാബാ, എല്ലാവരും മരിക്കേണ്ടവരാ, എല്ലാവരും മരിക്കേണ്ടവരാ. അല്ലാഹുവിന്റെ പ്രവാചകന് മരണത്തെക്കുറിച്ച് പ്രസംഗിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ചോദിക്കുന്നു, യാ സഹാബാ, 23 വർഷക്കാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തം തരണേ സഹാബാ. മസ്ജിദുൻ നബവിക്കകത്തിരുന്ന് ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, ലോകത്തിന്റെ നേതാവുണ്ടല്ലോ, അവിടെന്ന് ചോദിക്കുന്നു, സഹാബാ, 23 വർഷക്കാലം ഞാൻ നിങ്ങളുടെ ഇടയിലാ കഴിഞ്ഞത്. ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ. ആർക്കെങ്കിലും പകരം വീട്ടാനുണ്ടോ? ആരെങ്കിലും എന്നോട് പകരം ചോദിക്കാനുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ സഹാബാക്കൾ മുഴുവനും ഇരുന്ന് കരയുകയാ. ആരാ പകരം ചോദിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് ആരെങ്കിലും പകരം വീട്ടുമോ? അല്ലാഹുവിന്റെ റസൂൽ രണ്ടാമതും ചോദിക്കുകയാ, യാ സഹാബാ, ആർക്കെങ്കിലും എന്നോട് പകരം ചോദിക്കാറുണ്ടോ? മൂന്നാമതും അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ പള്ളിക്കകത്തിരുന്ന് കരയുന്ന ആയിരക്കണക്കിന് സഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഒരു സഹാബി എഴുന്നേൽക്കുകയാ. ഒരു സഹാബി എഴുന്നേൽക്കുകയാ. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് പകരം ചോദിക്കണം നബിയേ. സഹാബാക്കൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂലിനോട് പകരം ചോദിക്കുകയോ? ആരാ ചോദിച്ചതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പകരം ചോദിക്കും സഹാബി ഒരു കാഫിറല്ല. ആരാ ചോദിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, സവാദ് റളിയല്ലാഹു തആല അൻഹു. എന്റെ പ്രിയമുള്ളവരെ, അതാ സഹാബത്ത് മുഴുവനും ചാടി എഴുന്നേറ്റു. സഹാബത്ത് മുഴുവനും ചാടി എഴുന്നേൽക്കുക.
എഴുന്നേൽക്കുകയാ. എന്നിട്ട് ചോദിക്കുകയാ, അള്ളാന്റെ റസൂലിനോടാണോ നീ പകരം വീട്ടുന്നത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, എല്ലാവരും മിണ്ടാതെ ഇരിക്കാൻ, ഒരാൾ പോലും ചരിക്കരുത്, ഒരാൾ പോലും ആ സഹാബി ഒന്നും ചെയ്യാൻ പാടില്ല, എല്ലാവരും ഇരിക്കണമെന്ന് പറയുമ്പോ സഹാബത്ത് മുഴുവനും ഇരിക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിച്ച്, എന്താ നിനക്ക് പകരം വീട്ടേണ്ടത്? യാ റസൂലല്ലാഹ്, ഉഹദ് യുദ്ധത്തിന് വേണ്ടി സഹാബാക്കളെ മുഴുവനും വരിക്ക് നിർത്തുമ്പോൾ, ഉഹദ് യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ മുഴുവനും നിരത്തി നിർത്തുമ്പോ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ കയ്യിലൊരു കുന്തമുണ്ടായിരുന്നു നബിയേ, അതുകൊണ്ട് എന്റെ വയറ്റില് കുത്തി നബിയേ, എനിക്ക് വല്ലാതെ വേദനിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, അതാ തന്റെ റസൂലുള്ളാഹിയുടെ കയ്യിലിരുന്ന കുന്തം കൊണ്ട് എന്റെ വയറ്റിൽ കുത്തി നബിയേ, എനിക്കത് വേദനിച്ചു നബിയേ, എനിക്കത് പകരം വീട്ടണം നബിയേ, എനിക്കതിന് പകരം ചോദിക്കണം നബിയേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചാടി എഴുന്നേറ്റിട്ട് പറയുകയാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് അവിടുന്ന് പറയുന്നു, സവാദേ, എന്നെ നീ എത്ര വേണമെങ്കിലും തല്ലിക്കോ, എന്നെ വേണമെങ്കിൽ നീ കൊന്നോ, പക്ഷെ അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടല്ലേ, അള്ളാന്റെ റസൂലിനോട് പകരം ചോദിക്കല്ലേ. ഉമർ ഇബ്നുൽ ഖത്താബ് കരയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കരയുകയാണ്, ഉസ്മാൻ തങ്ങൾ തളർന്നു പോവുകയാ. എല്ലാരും അള്ളാന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് കരയുമ്പോ രോഗം പിടിച്ചിരിക്കുന്ന റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാ, നിനക്ക് പകരം വീട്ടണമെങ്കിൽ പകരം വീട്ടിക്കോ, ഞാനെന്തേ ചെയ്യേണ്ടത്, ഞാനെന്തേ ചെയ്യേണ്ടത്? യാ റസൂലല്ലാഹ്, അങ്ങനെ കുത്തിയ കമ്പ് കൊണ്ട് എനിക്ക് തിരിച്ചു കുത്തണം നബിയേ, അതേ കമ്പ് കൊണ്ട് തന്നെ എനിക്ക് കുത്തണം. അള്ളാന്റെ റസൂല് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ്, രണ്ടുപേരെയും വിളിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കണം, വാപ്പ അള്ളാന്റെ റസൂല് യുദ്ധത്തിന് പോകുമ്പോ കൊണ്ടുപോകുന്ന ഒരു കുന്തമുണ്ട്, അത് വീടിനകത്തിരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വരുമോ? അതാ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും വീട്ടിൽ ചെന്നിട്ട് ഫാത്തിമ ബീവിയോട് ചോദിക്കുന്നു, ഉമ്മ, അള്ളാന്റെ റസൂല് യുദ്ധത്തിന് പോകുമ്പോ കൊണ്ടുപോകുന്ന കുന്തമുണ്ടല്ലോ, അത് തരാൻ അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കുകയാ. ഫാത്തിമ ബീവി ചോദിച്ചു, ഇപ്പം യുദ്ധത്തിന് പോകുന്നില്ലല്ലോ, എന്തിനാണ് ഇപ്പോഴത് ചോദിക്കുന്നത്, എന്തിനാണ് ഇപ്പോഴത് ചോദിക്കുന്നത്? ഹസൻ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്ന, ഉമ്മ, അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടാരാ? അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടാരാ? ഫാത്തിമ ബീവി ചോദിച്ചു, മക്കള്, നിങ്ങളത് സമ്മതിച്ചോ? അള്ളാന്റെ റസൂലിനോട് പകരം വീട്ടാ നിങ്ങളത് സമ്മതിച്ചോ? എന്റെ പ്രിയമുള്ളവരെ, കമ്പം വാങ്ങിയിട്ട് കടന്നു വരികയാണ് എന്റെ പ്രിയമുള്ളവരെ. സവാദ് റളിയല്ലാഹു തആല അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ രണ്ടുപേരും രണ്ട് ചെറിയ കുഞ്ഞുങ്ങളാണ്, രണ്ടുപേരും കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുകയാ, അള്ളാന്റെ റസൂലിനോട് നിങ്ങൾ പകരം ചോദിക്കല്ലേ, റസൂലുള്ളാഹിനെ നിങ്ങൾ തല്ലല്ലേ, ഞങ്ങളെ എത്ര വേണമെങ്കിലും തല്ലിക്കോ. കയ്യിൽ പിടിച്ചുകൊണ്ട് രണ്ട് കൊച്ചുമക്കൾ കിടന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് മാറി നിൽക്കാൻ പറഞ്ഞു. അവസാന പ്രവാചകൻ പറഞ്ഞു, എന്നെ നീ അടിച്ചോ? ആ സമയത്ത് സവാദ് തങ്ങൾ പറയുന്നു, നബിയേ, അങ്ങന്റെ വയറ്റില് കുത്തുമ്പോ എന്റെ ശരീരത്ത് വസ്ത്രമില്ലായിരുന്നു നബിയേ, എന്റെ ശരീരത്ത് വസ്ത്രമില്ലായിരുന്നു നബിയേ, അതുകൊണ്ട് അങ്ങയുടെ കമീസൂരണം നബിയേ, അങ്ങയുടെ കമീസൂരണം നബിയേ. സഹാബത്ത് മുഴുവനും പള്ളിക്കകത്തിരുന്ന് പൊട്ടിക്കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് തന്റെ കമീസൂരുകയാണ്. ഇട്ടിരുന്ന കമീസുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ ഊരുകയാ. ആ സമയത്ത് സവാദ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ പുണ്യമായ ശരീരം കണ്ടപ്പോ കയ്യിലിരുന്ന കമ്പ് വലിച്ചെറിഞ്ഞ്
കഴിഞ്ഞിട്ട് ഓടി ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, ഞാൻ അങ്ങയോട് പകരം ചോദിക്കുകയോ, ഞാൻ അങ്ങയോട് പകരം ചോദിക്കുകയോ? ഒരിക്കലുമില്ല നബിയേ, ഒരിക്കലുമില്ല നബിയേ. പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നറിയുവോ? അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ ശരീരം എന്റെ ശരീരത്ത് തൊട്ടാൽ എന്നെ നരകത്തിന്റെ തീ തൊടില്ലല്ലോ നബിയേ. എന്റെ ശരീരം പുഴുക്കള് തിന്നില്ലല്ലോ നബിയേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാരാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാരാ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകര് സഹാബാക്കളോട് മുഴുവനും പൊരുത്തം ചോദിക്കുകയാ. എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു, എന്നിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ഭാര്യമാരെ മുഴുവനും അടുത്ത് വിളിക്കുകയാണ്, ഭാര്യമാരെ മുഴുവനും അടുത്ത് വിളിക്കുകയാ. 9 ഭാര്യമാരെയും അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് 9 പേരോടും പൊരുത്തം ചോദിച്ചു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന് മുമ്പ് തന്റെ 9 മക്കളോട് പൊരുത്തം ചോദിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളും ചോദിക്കണേ. പാതിരാത്രി വീട്ടിൽ പോയിട്ട് കിടക്കുന്ന സമയത്ത് നിന്റെ പ്രിയപ്പെട്ടവളോട് പൊരുത്തം ചോദിക്കണേ. പെങ്ങളെ, നിന്റെ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കണേ. രാവിലെ എങ്ങാണം നീ എഴുന്നേറ്റില്ലെങ്കിൽ, അല്ലാഹുവേ അങ്ങ് മരിച്ചു പോയാ, എന്റെ പ്രിയമുള്ളവരെ, നിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കു ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂല് എല്ലാ ഭാര്യമാരോടും പൊരുത്തം ചോദിക്കുകയാ, എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എനിക്ക് ആയിഷയുടെ വീട്ടിൽ കിടക്കണം, എനിക്ക് ആയിഷയുടെ വീട്ടിൽ കിടന്ന് മരിക്കണം. എന്റെ പ്രിയമുള്ളവരെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്നത്. അവസാനം റബീഉൽ അവ്വൽ, റബീഉൽ അവ്വൽ തുടങ്ങി ഓരോ ദിവസവും കഴിയുകയാ, ഓരോ ദിവസവും കഴിയുകയാ. അവസാനം അല്ലാഹുവിന്റെ റസൂല് രോഗം കൂടിയിട്ട് കിടക്കുകയാണ്. റബീഉൽ അവ്വൽ 11 ആയിഷ ബീവിയുടെ വീടിനകത്ത് അല്ലാഹുവിന്റെ റസൂല് കിടക്കുമ്പോ വൈകുന്നേര സമയമായപ്പോ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല, വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ, എന്തേ വിളക്ക് കത്തിക്കാത്തത്? എന്തേ വിളക്ക് കത്തിക്കാത്തത്? ആയിഷ ബീവി മാറിപ്പോയി നിന്ന് കരയുകയാണ്, ഒറ്റയ്ക്ക് മാറി നിന്ന് കരയുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുമ്പോ കരയുന്നത് എന്തിനെന്നറിയുമോ? വീടിനകത്ത് വിളക്കിലൊഴിക്കുന്ന എണ്ണയില്ല. അല്ലാഹുവിന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം വിളക്കിനകത്തൊഴിക്കാനുള്ള എണ്ണ പോലും പ്രവാചകന്റെ വീടിനകത്തില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീവി മിണ്ടാതെ മാറി നിൽക്കുകയാ. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും ചോദിക്കുന്നു, ആയിഷ, എന്തേ വിളക്ക് കത്തിക്കാത്തത്? എന്തേ വിളക്ക് കത്തിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നബിയേ, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ, വിളക്കിലൊഴിക്കാനുള്ള എണ്ണയില്ല നബിയേ. ആയിഷ ബീവി കരഞ്ഞുകൊണ്ടാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ എപ്പോഴും ദുആ ചെയ്തത്, പടച്ചവരെ, ഒരു പാവപ്പെട്ടവനെ പോലെ എനിക്ക് ജീവിക്കണം, ഒരു പാവപ്പെട്ടവനെ പോലെ എനിക്ക് വഫാത്താകണം, നാളെ പാവപ്പെട്ടവരുടെ കൂടെ എനിക്ക് പരലോകത്ത് ഒരുമിച്ച് കൂടണേ അല്ലാ. അല്ലാഹുവിന്റെ റസൂൽ പാവപ്പെട്ടവനെ പോലെ ജീവിക്കാൻ അല്ലാഹുവോട് ദുആ ചെയ്ത പ്രവാചകരാ. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് പണമില്ലാത്തതിന്റെ പേരിലല്ലേ എങ്ങനെയും പണം സമ്പാദിക്കണമല്ലോ. ഹറാമായ മാർഗത്തിലൂടെയാകട്ടെ, പിടിച്ചു പറിച്ചിട്ടാകട്ടെ, ലോട്ടറി എടുത്തിട്ടാകട്ടെ, പലിശ കച്ചവടം നടത്തിയിട്ടാകട്ടെ, കൊട്ടേഷൻ പണി നടത്തിയിട്ടാകട്ടെ, കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാകട്ടെ, എങ്ങനെയും പണത്തിന്റെ പിന്നാലോടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, പണമാണ് വലുതെന്ന് പറഞ്ഞ് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്, അല്ലാഹുവേ, എന്നെ പാവപ്പെട്ടവനിൽ പെടുത്തണേ അല്ലാ. കാരണം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ
പ്രവാചകന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വീടിനകത്ത് കിടന്നിട്ട് ഉറക്കം വരാതെ നട്ടുച്ച സമയത്ത് മരുഭൂമിയുടെ മടിത്തട്ടിലൂടെ പ്രവാചകൻ നടന്നു പോകുമ്പോ വയറ്റിൽ കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോകുന്ന പ്രവാചകന്റെ മുന്നിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നിട്ട് അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, ഇങ്ങനെ നടക്കല്ലേ നബിയേ, ഇങ്ങനെ നടക്കല്ലേ നബിയേ, എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്, എന്തിനാ നബിയേ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, 2.5 കിലോമീറ്ററുള്ള ഉഹദ് മലയുണ്ടല്ലോ, ഉംറയ്ക്കും ഹജ്ജിനും പോകുന്നവര് ഉഹദ് മല കണ്ടിട്ടുണ്ടല്ലോ, എത്രയോ കിലോമീറ്റർ നീളമുള്ള മലയാ. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഒന്നനുവാദം താ നബിയേ, ഒന്നനുവാദം താ നബിയേ, ഈ കാണുന്ന ഉഹദ് മല ഞാൻ സ്വർണ്ണക്കട്ടയാക്കി തരാ നബിയേ, ചുമന്നുകൊണ്ട് നടക്കണ്ട, കൂടെ വരും നബിയേ, എവിടെ പോയാലും ഈ സ്വർണ്ണമല കൂടെ വരും നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എനിക്ക് വേണ്ട ജിബ്രീൽ, എനിക്ക് വേണ്ട ജിബ്രീൽ, എനിക്ക് പണം വേണ്ട ജിബ്രീൽ, എനിക്ക് പാവപ്പെട്ടവനെ പോലെ ജീവിച്ചാ മതി, എനിക്ക് മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കണം ജിബ്രീൽ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹ് നിനക്ക് പണം തന്നത് സ്നേഹമുള്ളത് കൊണ്ടല്ല, അല്ലാഹു നിനക്ക് സമ്പത്ത് തന്നത് നിന്റെ നിസ്കാര തഴമ്പ് കണ്ടിട്ടല്ല, നിന്റെ താടിയുടെ നീളം കണ്ടിട്ടല്ല, നീ വലിയവനാണെന്ന് കണ്ടിട്ടല്ല അല്ലാഹ് നിനക്ക് പണം തന്നത്. അല്ലാഹു നിന്നെ പരീക്ഷിക്കാനാ പണം തന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരില് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന നബി ഏതെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരില് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന പ്രവാചകന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. കാരണം പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ കോടീശ്വരന് സുലൈമാൻ നബി ആയിരുന്നു. ആ കൊടുത്ത പണത്തിന് മുഴുവനും റബ്ബിന്റെ മുന്നിൽ കണക്ക് പറഞ്ഞിട്ടാണ് സുലൈമാൻ നബി സ്വർഗത്തിൽ കിടക്കുന്നത്. അബൂബക്കർ തങ്ങൾ മുതൽ വഹ്ശ് റളിയല്ലാഹു തആല അൻഹു വരെയുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബത്തില് ഏറ്റവും അവസാന സ്വർഗത്തിൽ കിടക്കുന്ന സഹാബിയാരാ? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തിൽ ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്ന സഹാബി. ഏറ്റവും അവസാനത്തെ സഹാബി ഏതെന്നറിയുവോ? അത് ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ കൊന്നുകളഞ്ഞ വഹ്ശ് റളിയല്ലാഹു തആല അൻഹു. ഈ സഹാബാക്കളിൽ നിന്ന് ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്ന ഒരു സഹാബിയുണ്ട്. മുട്ടുകാലിലിടഞ്ഞാ വരുന്നത്, മുട്ടുകാലിലിടഞ്ഞാ വരുന്നത്. ഏത് സഹാബി എന്നറിയുവോ? മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു. കോടീശ്വരനായിരുന്നു, കോടീശ്വരനായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിലെ പാവപ്പെട്ടവന് സ്വർഗത്തിൽ കിടന്നിട്ട്, ഈ നാട്ടിലെ പാവപ്പെട്ടവന് സ്വർഗത്തിൽ കിടന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞ് ഈ നാട്ടിലെ പണക്കാരൻ സ്വർഗത്തിൽ കിടക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പണത്തിന് ഒരുപാട് മോഹിക്കണ്ട, പണത്തിന്റെ പിന്നാമ്പുറകെ നീ ഓടണ്ട. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത്, പട്ടിണി കിടന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമായിരുന്നല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമായിരുന്നല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിന്റെ അവസ്ഥ അറിയുവോ? പണമില്ലെന്ന് പറഞ്ഞ് മോശമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവളോട് എങ്ങനെയും പണം വേണം, എങ്ങനെയും പണം വേണം. അത് പലിശക്കെടുത്തിട്ടാണെങ്കിലും, അത് ലോൺ എടുത്തിട്ടാണെങ്കിലും, സ്വർണം കൊണ്ട് വിറ്റിട്ടാണെങ്കിലും പണം മതി എന്ന് പറഞ്ഞ് പരക്കം പായുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, പണം കൂടുമ്പോഴല്ലേ അഹങ്കാരം കൂടുന്നത്, ആർഭാട വിവാഹങ്ങൾ നടത്തുന്നത്. അതാ എഴുന്നള്ളത്തിന് വരുന്ന ആന വരുന്നത് പോലെ കല്യാണ ചെറുക്കനെ ഒരുക്കിയിട്ട് നട റോഡിലൂടെ പാണ്ഡ്യവേള നടത്തിയിട്ട് കൊണ്ടുവരുന്ന എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുള്ള ചെറുപ്പക്കാരാ,
മോനെ കാഫിരീങ്ങൾ പോലും കാണിക്കില്ലല്ലോ. നിങ്ങൾ കാണിക്കുന്ന ഈ തെമ്മാടിത്തരമുണ്ടല്ലോ പടച്ചവരെ കാഫിരീങ്ങൾ കാണിക്കാറില്ല. ഈ നാട്ടിലുള്ള ഒരു അമുസ്ലിം അത് ചെയ്യാറില്ല. അവരുടെ മതം പറയുന്ന രീതിയിലാണ് വിവാഹം നടത്തുന്നത്. എന്റെ പ്രിയമുള്ളവര്, ഹിന്ദുവാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ അവരുടെ വിവാഹം എങ്ങനെ വേണമെങ്കിലും നടത്താൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മതം അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എത്ര ആർഭാടമായിട്ട് വേണമെങ്കിലും അവർക്ക് വിവാഹം നടത്താം. പക്ഷേ മുസ്ലിമിന് അവകാശമില്ല. സുന്നത്തായ രീതിയിലാണ് വിവാഹം നടത്തേണ്ടത്. ആ വിവാഹം നടത്തിയിട്ട് കല്യാണ പയ്യനെയും പെണ്ണിനെയും നടുറോഡിലൂടെ പാൻഡുവേള നടത്തിയിട്ട് ബൈക്ക് റാലി നടത്തിയിട്ട് അതാ നൂറുകണക്കിന് കാറുകളെ നിരത്തിയിട്ട് നാട്ടുകാരെ മുഴുവനും അതാ ബുദ്ധിമുട്ടിച്ചിട്ട് വിവാഹം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് വാപ്പയോട് വന്നിട്ട് താടിക്ക് നീളമുള്ളവരാ, ആജിയാരാ, പള്ളിയിലെ സെക്രട്ടറിയും പ്രസിഡന്റൊക്കെ ആയിരിക്കും, സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മനുഷ്യരാ, തന്റെ പൊന്നുമോന്റെ വിവാഹം അല്ലാഹുവേ ആർഭാടപരമായി നടത്തുമ്പോ ഇത് കണ്ടിട്ട് ആരെങ്കിലും പോയി ചോദിച്ചാ പറയും, ഉസ്താദേ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല, എന്റെ മക്കള് ഞാൻ പറഞ്ഞ കേൾക്കില്ല. നാണമില്ലേ വാപ്പാ, നാണമില്ലേ വാപ്പാ. സ്വന്തം മകനെ നിലയ്ക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ അവന്റെ വാപ്പയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഒരു വിവാഹം നടന്നു. ആണുങ്ങളും പെണ്ണും ഫേസ്ബുക്കിലൊക്കെ എടുത്ത് നോക്കിയാ കാണാ. എന്റെ പ്രിയമുള്ളവരെ, അല്ല നിന്നെ വെറുതെ വിടുമെന്ന് കരുതണ്ട. നിന്റെ ജീവിതം ഒരിക്കലും നന്നാകില്ല. ഇതുപോലെ നിന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വമുള്ള കാര്യമാ വിവാഹം. അല്ലാഹുവിന്റെ അർശുമായി ബന്ധിക്കുന്ന കാര്യമാ. ആ പുണ്യമായ വിവാഹത്തിന്റെ പേക്കൂത്ത് കാണിക്കുന്നവരെ നിന്റെ ജീവിതം വാഴൂല മോനെ. നിനക്ക് സന്തോഷമുള്ള ജീവിതമില്ല, നിനക്ക് സമാധാനമുള്ള ജീവിതമില്ല. അന്നത്തെ ദിവസം നിന്റെ കല്യാണത്തിന് വന്നവര് മുഴുവനും നിന്നെ ശപിച്ചിട്ടാ പോകുന്നത്. നീ ബിരിയാണി വിളമ്പിയിട്ട് വെച്ച് കൊടുക്കും, വയറ് നിറയെ തിറച്ചങ്ങോട്ട് വെട്ടി വിടുങ്ങിയിട്ട് നിന്നെ അവൻ പ്രാപിയട്ടാ പൊന്നുമോനെ ഇറങ്ങി പോകുന്നത്. അതുകൊണ്ട് പണക്കൊഴുപ്പ് കാണിക്കുന്നവരോട് അതാ ഇട്ടിരിക്കുന്ന ചെരുപ്പ് വര സ്വർണം, തലയിലിട്ടിരിക്കുന്ന പൂവര സ്വർണം, ഇട്ടിരിക്കുന്ന വസ്ത്രം വര സ്വർണം, 1 ഗ്രാമിന് ഗതിയില്ലാതെ 30 കൊല്ലമായി കഴിയുന്ന എത്രയോ പാവങ്ങളുണ്ട് ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിന്റെ വീട്ടിന്റെ അവസ്ഥ എന്തെന്നറിയോ? പഠിക്ക് ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള പെങ്ങള്, ഇസ്ലാമിനെ ചവിട്ടി തേക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് അള്ളാന്റെ റസൂലിന് ദിവസം വീടിന്റെ മുന്നിലൂടെ നടന്നു വരുമ്പോ, അള്ളാന്റെ റസൂല് പള്ളിയിലേക്ക് നടന്നു വരുമ്പോ തന്റെ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീടിനകത്ത് വല്ലാത്ത കരച്ചലാ. 2 കുഞ്ഞുങ്ങള് വിശന്ന് കരയുകയാ. വീടിനകത്ത് കടന്നു ചെന്നിട്ട് അള്ളാന്റെ റസൂല് പറയുന്നു, മോളെ ഫാത്തിമ, മക്കൾക്ക് പാല് കൊടുക്കുമോളെ, മക്കൾക്ക് പാല് കൊടുക്കുമോളെ. പള്ളിക്കകത്തേക്ക് കടന്നു ചെന്നു. അള്ളാന്റെ റസൂല് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാ. കുഞ്ഞുങ്ങള് കരയുന്ന ശബ്ദം കേൾക്കുകയാ. അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞു, പാല് കൊടുക്കു ഫാത്തിമ. 2ാമതും പറഞ്ഞു, 3ാമതും പറഞ്ഞു. എന്നിട്ടും കരച്ചല് തീരാതെ വരുമ്പോ അള്ളാന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വരികയാണ്. ദേശത്തോടെ വീട്ടിൽ വന്നിട്ട് പൊന്നുമോളെ വഴക്ക് പറയുകയാ, ഫാത്തിമാനെ വഴക്ക് പറയുകയാ. നീ നൊന്തുപറ്റ മക്കള് അതാ വിശന്ന് കിടന്ന് കരയുമ്പോ നിനക്കൊന്ന് പാല് കൊടുക്കാൻ തോന്നിയില്ലേ ഫാത്തിമ? വഴക്ക് പറയുമ്പോ, അള്ളാന്റെ റസൂല് വഴക്ക് പറയുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല 2 കൈയും മുഖത്ത് പിടിച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കരളിന്റെ കഷ്ടമാണല്ലോ, കരളിന്റെ കഷ്ടമാണല്ലോ. അവിടെന്ന് ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്താ നീ മക്കൾക്ക് പാല് കൊടുക്കാത്തത്? എന്റെ കാസർഗോഡുള്ള പെങ്ങളെ, അല്ല ഒരുപാട് അനുഗ്രഹം തന്ന പെങ്ങളെ, അള്ളാന്റെ റസൂലിനോട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് സ്വർഗത്തിന്റെ റാണിയുണ്ടല്ലോ, അള്ളാന്റെ നബിയോട് അവിടെന്ന് പറയുന്നു, വാപ്പാ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി എന്റെ മാറിടത്തിലൂടെ പാലിന് പകരം രക്തം വരുന്നു വാപ്പാ.
എന്റെ മക്കൾക്ക് പാല് കൊടുക്കാറില്ല. എന്റെ മക്കള് പാല് കുടിക്കുന്നതിന് വേണ്ടി കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്തവരുടെ വായിൽ വെച്ച് കൊടുത്തപ്പോ എന്റെ മാറിടത്തിലൂടെ എന്റെ പാല് വറ്റിയറ്റ രക്തം വരുന്നു നബിയേ. അതാണ് പെണ്ണെ പട്ടിണി, അതാണ് പെണ്ണെ പട്ടിണി. അല്ലാഹുവിന്റെ റസൂല് കരയാൻ തുടങ്ങി. തന്റെ പൊന്നുമോള് രക്തമൊലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ റസൂലുള്ള വീടിനകത്തിരുന്ന് കരയുകയാ. ഒരു സൈഡിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങള്, ഒരു സൈഡിൽ തന്റെ പൊന്നുമോള്. റസൂലുള്ളാന്റെ താടി നിറഞ്ഞിട്ട് കണ്ണുനീര് വീഴാൻ തുടങ്ങി. വെളിയിലേക്ക് ഇറങ്ങുകയാ. അല്ലാഹുവിന്റെ റസൂല് സദക്ക സ്വീകരിക്കാൻ കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂല് നടക്കുകയാണ്. അല്ലാഹുവേ, മരുഭൂമിയിലൂടെ കരഞ്ഞുകൊണ്ട് നടന്നു പോവുകയാ. നടന്ന് അവസാനം ഒരു ഈന്തപ്പനത്തോട്ടത്തിലെത്തി. ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടവാ, ഒരു യഹൂദിയുടെ ഈന്തപ്പനത്തോട്ടവാ. അല്ലാഹുവിന്റെ റസൂലാണ് വരുന്നതെന്നാ മനുഷ്യനറിയില്ല. ഈ വരുന്നത് ലോകത്തിന്റെ നേതാവാണെന്നറിയില്ല. യഹൂദിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിക്കുകയാ, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുവോ? ആരാ ചോദിക്കുന്നത്? ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് ചോദിക്കുക, എനിക്കൊരു ജോലി തരുവോ, എനിക്കൊരു ജോലി തരുവോ? ആ മനുഷ്യൻ പറഞ്ഞു, ഒരു തൊട്ടി വെള്ളം കോരിയിട്ട് എന്റെ ഈന്തപ്പന മരം നനച്ചാ 3 കാരക്ക ഞാൻ കൂലി തരാ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായി. പടച്ചവരെ, തൊട്ടിയും കയറുമെടുത്ത് കിണറ്റിന്റെ ചുവട്ടിൽ ചെന്നിട്ട് വെള്ളം കോരുകയാ. ലോകത്തിന്റെ നേതാവ് വെള്ളം കോരി ഈന്തപ്പന മരം നനയ്ക്കുകയാണ്. മരങ്ങൾ വന്ന് നനച്ചു, 2ാമതും നനച്ചു, 3ാമതും നനച്ചു, 4ാമത് വെള്ളം കോരാ. തൊട്ടിയെടുത്ത് കിണറ്റിലേക്കിടുമ്പോ സുബ്ഹാനല്ലാഹ്, തൊട്ടി കിണറ്റിനകത്ത് വീണുപോയി, കയറടിഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് തൊട്ടി കിണറ്റിൽ വീണു. അറാബിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യമായ മുഖത്തടിക്കുകയാ. റസൂലുള്ളാഹിന്റെ മുഖത്തെ അറാബി ആഞ്ഞടിച്ചു, യഹൂദി ആഞ്ഞടിച്ചു. അല്ലാഹുവിന്റെ റസൂല് ദേഷ്യപ്പെട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് കിണറ്റിനകത്ത് പോയ തൊട്ടിയെടുക്കുകയാണ്. കിണറ്റിനകത്ത് തൊട്ടിയെടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് തൊട്ടിയെടുത്തു. അല്ലാഹുവിന്റെ റസൂല് തൊട്ടിയെടുത്തു. യഹൂദികളെ കയ്യിൽ കൊണ്ടു കൊടുത്തിട്ട് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? പണക്കൊഴുപ്പ് കാണിക്കുന്നവരെ ഹൃദയത്തിൽ ഇറങ്ങട്ടെ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ച്, എന്റെ കൂലിയൊന്ന് തരുവോ? 9 കാരക്കയെടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു. 9 കാരക്കയെടുത്ത് കയ്യിൽ വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അടിച്ചവന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. തന്നെ തല്ലിയ ആ യഹൂദിയുടെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പുഞ്ചിരിക്കുകയാണ്. 9 കാരക്ക കയ്യിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് തന്റെ വീട്ടിലേക്ക് ഓടുകയാ. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നിട്ട് വിശന്ന് കിടക്കുന്ന 2 മക്കളെ എടുത്ത് മടിയിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കാരക്ക പൊളിച്ച് മക്കളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുകയാ. എത്രയോ ദിവസമായി പട്ടിണി കിടക്കുന്ന മക്കള് ഭക്ഷണം കിട്ടുമ്പോ ആർത്തിയോടെ വാരി വലിച്ച് തിന്നുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു. മറു സൈഡില് തന്റെ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് കിടക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, മോളെ ഫാത്തിമ, മോളെ ഫാത്തിമ. അടുത്ത് വിളിച്ചിട്ട് കാരക്കയെടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കാരക്ക ഇങ്ങനെ വാങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മുഖം താഴ്ത്തി പിടിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ മുഖം മറച്ചു പിടിക്കുകയാ. ഫാത്തിമ ബീവി വാപ്പാന്റെ മുഖം അങ്ങ് ഉയർത്തുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ ചുമന്നു തുടുത്ത് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ, ആരാ നബിയെ തല്ലിയത്? എന്റെ ഉപ്പാനെ തല്ലിയതാരാ? അല്ലാഹുവിന്റെ റസൂല് അവസാന സംഭവം പറഞ്ഞു കൊടുക്കുമ്പോ വാപ്പാടി കൊണ്ടിട്ട് അല്ലാഹുവേ കൊണ്ടുവന്ന കാരക്ക കയ്യിൽ വെച്ചിട്ട് ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് പറഞ്ഞു, ഫാത്തിമ, നിന്റെ
നിന്റെ മക്കള് തിന്നുന്നത് ഹലാലായ ഭക്ഷണമാ, നിന്റെ മക്കള് തിന്നുന്നത് ഉപ്പാധ്വാനിച്ചുണ്ടാക്കിയത് കൊണ്ട് വാങ്ങിയ ഭക്ഷണമാ. ആ മക്കളുടെ സന്തോഷം കണ്ടോ ഫാത്തിമ? വാപ്പയും മകനും കൂടെ സ്വന്തം കുഞ്ഞുങ്ങള് ഭക്ഷണം തിന്നിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോ അത് നോക്കിയിട്ട് ചിരിച്ചു എന്ന ചരിത്രം പഠിപ്പിക്കുമ്പോ പണക്കൊടുപ്പ് കാണിക്കുന്നവരെ കൊടുക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നിന്റെ മകളുടെ വിവാഹം നടത്താ, നിനക്കിഷ്ടമുള്ളത് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഇസ്ലാമിനെ നാണം കെടുത്തിയിട്ടാകരുത്, സമുദായത്തിന് പേരുദോഷം കേൾപ്പിച്ചിട്ടാകരുത്, നടുറോഡിൽ കിടന്ന് മറ്റുള്ള യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചിട്ടാകരുത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഇതുപോലെ ജീവിച്ച പ്രവാചകന്റെ വഫാത്ത് എങ്ങനെയെന്നറിയുമോ? ഇതുപോലെ ജീവിച്ച റസൂലുള്ളാഹ് മരിക്കുന്നതിന്റെ വൈകുന്നേര സമയത്ത് ബോധം തിരിച്ചു വന്നപ്പോ ആയിഷാനെ വിളിക്കുന്നു. ആയിഷ ഓടിവാ ആയിഷ. തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഓടി വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിപ്പുണ്ട്, ഇന്ന സ്ഥലത്ത് 7 ദിർഹം ഇരിപ്പുണ്ട്, എടുത്തുകൊണ്ട് വാ ആയിഷ. അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തു. 7 ദിർഹം കയ്യിൽ പിടിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ കരയാൻ തുടങ്ങി. എന്നിട്ട് പറയുന്നു, ആയിഷ, ഇതെന്റെ കയ്യിലിരിക്കുന്ന സമയത്തോട് ഞാൻ മരിച്ചു പോകുന്നതെങ്കില് രക്ഷപ്പെടൂലല്ലോ ആയിഷ. അവസാനം 7 ദിർഹമാ കയ്യിലുള്ളത്, അതും സദക്ക കൊടുത്തിട്ടാ റസൂലുള്ള യാത്രയാകുന്നത്. റബീഉൽ അവ്വൽ 12, 11 അന്ന് പ്രവാചകന് രോഗം വളരെ കുറവാ. 12 അന്ന് സുബഹിക്ക് സമയമായി. അല്ലാഹുവേ, ബിലാൽ തങ്ങൾ ബാങ്ക് വിളിച്ചു. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഇമാമത്ത് നിൽക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ, ആ കിട്ടിരിക്കുന്ന കർട്ടനൊന്ന് മാറ്റാ ആയിഷ. വീട്ടിലിട്ടിരിക്കുന്ന കർട്ടൻ ഇങ്ങനെ മാറ്റുകയാണ്. അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ മുഴുവനും നോക്കി. എല്ലാവരും നിസ്കരിക്കുന്നത് എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ റസൂല് നോക്കുകയാണ്. അവസാനം തഹിയ്യാത്തിലിരിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, ആയിഷ, കർട്ടന് തിരിച്ചിടാ ആയിഷ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂൽ എല്ലാവരോടും പൊരുത്തം ചോദിച്ചു. ഏറ്റവും അവസാനം അല്ലാഹുവിന്റെ റസൂൽ രോഗം പിടിച്ച് കിടക്കുമ്പോ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടി വരുന്നത് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ വീട്ടിലേക്ക് കേറി വരുമ്പോഴേ റസൂലുള്ളാഹിന് വല്ലാത്ത സന്തോഷമാ, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഫാത്തിമ അടുത്ത് വന്നിട്ടിരുന്ന് കരയാൻ തുടങ്ങി. ഫാത്തിമ അടുത്ത് വന്നിട്ടിരുന്ന് കരയാൻ തുടങ്ങി. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെവിയിൽ ഒരടക്കം പറഞ്ഞു, വലത് ചെവിയിൽ ഒരടക്കം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു തീരണ്ട താമസം ഫാത്തിമ വല്ലാതെ കരയുകയാ. വാപ്പ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു. ഫാത്തിമ വല്ലാതെ കരയുകയാണ്. രണ്ടാമതും അടുത്തേക്ക് വിളിച്ചിട്ട് പിന്നെയും ഒരു രഹസ്യം പറഞ്ഞു. ഫാത്തിമ വല്ലാതെ ചിരിക്കുകയാ. ആയിഷ ബീവി ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ഉപ്പ പറഞ്ഞ രഹസ്യം എന്താ? എന്തേ പറഞ്ഞതെന്നറിയുവോ? ഒന്നാമത് പറഞ്ഞു കൊടുത്തത് റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷമാണ് ആയിഷ ബീവി പറയുന്നത്. ഫാത്തിമ ബീവി പറഞ്ഞു കൊടുത്തത് ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പൊന്നുമോളോട് പറയുന്നു, ഫാത്തിമ, എല്ലാ റമളാനിലും ജിബ്രീൽ ഒരു പ്രാവശ്യം എന്റെ അടുക്കൽ വരും. ഞാൻ പരിശുദ്ധ ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിക്കാറുണ്ട്. എല്ലാ റമളാനിലും ഒരു പ്രാവശ്യം ഖുർആൻ മുഴുവനും ഞാൻ ജിബ്രീലിനെ ഓതി കേൾപ്പിക്കും. പക്ഷേ ഈ പ്രാവശ്യം 2 പ്രാവശ്യം ജിബ്രീൽ എന്റെ അടുക്കൽ വന്നു. ഫാത്തിമ, അതെന്റെ മരണത്തിന്റെ അടയാളമാണെന്ന് തോന്നുന്നു ഫാത്തിമ. 2 പ്രാവശ്യം ഖത്തമോദി തീർത്തു. അതുകൊണ്ട് അത് എന്റെ മരണത്തിന്റെ അടയാളമാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഫാത്തിമ വല്ലാതെ കരയുകയാ. തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവരെ, എനിക്ക് പുറകെ ആദ്യം വരുന്നതാരാ അല്ലാഹ്? ഞാൻ പോയാല് പിന്നെ എന്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നതാരാ അല്ലാഹ്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ,
അല്ല പറഞ്ഞ പേര് നിന്റെതാ ഫാത്തിമ. അത് കേട്ടപ്പോഴാ ഫാത്തിമ ചിരിച്ചത്, അത് കേട്ടപ്പോഴാ ഫാത്തിമ ചിരിച്ചത്. റബീഉൽ അവ്വൽ 12 അല്ലാഹുവിന്റെ റസൂൽ രോഗം പെട്ടെന്ന് കൂടുകയാണ്. പെട്ടെന്ന് രോഗം കൂടി. എന്റെ പ്രിയമുള്ളവരെ, അതൊരു മരണത്തിന്റെ അടയാളവാ. രോഗം പിടിച്ച് കിടക്കുന്നവരുണ്ടല്ലോ, പെട്ടെന്ന് അവർക്ക് നല്ല പോലെയാകും. എത്രയോ ആൾക്കാരുണ്ട് രോഗം പിടിച്ച് ആശുപത്രിയിൽ കിടക്കും, വീട്ടിൽ കിടക്കും, പെട്ടെന്ന് അവരുടെ രോഗം മാറിയതുപോലെ നല്ല മരണത്തിന്റെ അടയാളവാ. നല്ല മരണത്തിന്റെ അടയാളമാണ്. പെട്ടെന്ന് രോഗം മാറിയതുപോലെ ഇരിക്കും, പെട്ടെന്ന് അങ്ങ് മരിക്കും. അള്ളാന്റെ റസൂലിന്റെ രോഗം കുറഞ്ഞു. അതാ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വിചാരിച്ചു രോഗം മാറിയെന്ന് കരുതിയിട്ടാ യാത്ര പോയത്. അള്ളാന്റെ റസൂല് വഫാത്താകുമ്പോ അബൂബക്കർ തങ്ങളെ നാട്ടിലില്ല. എന്റെ പ്രിയമുള്ളവരെ, പെട്ടെന്ന് രോഗം കൂടി. അള്ളാന്റെ റസൂലിന്റെ രോഗം കൂടി. ബോധം ഇങ്ങനെ നഷ്ടപ്പെട്ട് കിടക്കുകയാ. ആയിഷ ബീവി ഒരു സൈഡിലിരുന്ന് കരയുന്നു, ഫാത്തിമ ബീവി ഒരു സൈഡിലിരുന്ന് കരയുന്നു. മറ്റാരും വീടിനകത്തില്ല. ആ സമയമുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ആരോ സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ, വാതിലൊന്ന് തുറക്കുവോ, വാതിലൊന്ന് തുറക്കുവോ. ഫാത്തിമ ബീബി വിളിച്ചു പറയുകയാ, എന്റെ വാപ്പയ്ക്ക് സുഖമില്ല, എന്റെ ഉപ്പ എഴുന്നേക്കാ വയ്യാതെ കിടക്കുകയാ, എന്റെ ഉപ്പയ്ക്ക് സംസാരിക്കാ കഴിയില്ല, നിങ്ങൾ പോയിട്ട് പിന്നെയൊന്ന് വരുവോ. കുറെ സമയം കഴിഞ്ഞു. രണ്ടാമതും അതേ മനുഷ്യൻ തന്നെ സലാം പറയുകയാ. അപ്പോഴും വിളിച്ചു പറഞ്ഞു, എന്റെ വാപ്പ രോഗിയാ, പോയിട്ട് പിന്നെ വരുവോ. എന്റെ പ്രിയമുള്ളവരെ, മൂന്നാമതും സലാം പറയുകയാ. മൂന്നാമതും സലാം പറയുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ ഇഫ്തഹിൽ ബാബ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബമേ, ഒന്ന് വാതിൽ തുറക്കുവോ. റസൂലുള്ള ചോദിക്കുന്നു, മോളെ ഫാത്തിമ, ആരാ മോളെ, ആരാ മോളെ, സലാം പറയുന്നത് ആരാ? ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല വീടിന്റെ കവാടത്തിൽ വന്ന് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നു, വാപ്പാ, ഈ നാട്ടുകാരനല്ല വാപ്പാ, ഈ നാട്ടുകാരനല്ല, ഇന്ന് വരെ കണ്ടിട്ടില്ല. എനിക്ക് ആ മനുഷ്യനെ കണ്ടിട്ട് പേടി തോന്നുന്നു നബിയേ. വയലുകൾക്കാരൊടുകിയെത്തിയ എന്റെ പ്രിയമുള്ള പെങ്ങള് ഫാത്തിമ ബീവി പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്ക് കണ്ടിട്ട് പേടി തോന്നുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വാതിൽ തുറക്കു ഫാത്തിമ, വാതിൽ തുറക്കു ഫാത്തിമ. ആരാ കടന്നു വന്നതെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കാമെന്ന് അസ്റായീലിനെ കണ്ടിട്ട് റസൂലുള്ളാഹിയുടെ പൊന്നുമോള് പോലും പേടിച്ചു പോയെങ്കില്, വാപ്പാ, എന്റെയും നിന്റെയും അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കണേ. നമ്മുടെ മുന്നിൽ എങ്ങനെയാ വരുന്നത്? നമ്മുടെ മുന്നിൽ എങ്ങനെയാ വരുന്നത്? അള്ളാന്റെ റസൂല് അസ്റായിലെ കയറി വന്നു. അള്ളാന്റെ റസൂല് ചോദിച്ചു, അസ്റായിലെ എന്തേ വന്നത്? എന്നെ കാണാൻ വന്നതാണോ? എന്നെ രോഗസന്ദർശനം നടത്താൻ വന്നതാണോ? യാ റസൂലല്ലാഹ്, അങ്ങ് അനുവാദം തന്നാ റൂഹ് പിടിക്കാമെന്നതാ. അള്ളാന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാമെന്നതാ. റസൂലുള്ള പറയുന്നു, അസ്റായീൽ, എനിക്കൊരു സഹായം ചെയ്യുമോ? എനിക്കൊരു സഹായം ചെയ്യുമോ? എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം, എനിക്ക് ജിബ്രീലിനെ ഒന്ന് കാണണം. അസ്റായിൽ പറയുന്നു, നബിയേ, ഞാൻ ഇറങ്ങി വരുമ്പോ ഒന്നാം ആകാശത്തിൽ നിന്ന് കരയുന്നുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാ. അസ്റായിൽ അലൈഹിസ്സലാം വിളിച്ചുകൊണ്ട് വന്നു. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ജിബ്രീലേ, എന്തേ എന്നെ യാത്രയാക്കാ നീ വരാത്തത്? ഞാൻ നിന്റെ കൂട്ടുകാരനാണല്ലോ. ഞാൻ കരഞ്ഞപ്പോഴും ചിരിച്ചപ്പോഴും നീ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തേ യാത്രയാക്കാത്തത്? റസൂലല്ലാഹ്, ഈ കിടപ്പ് കാണാൻ
എനിക്ക് കഴിയില്ല നബിയേ, എന്നെ കൊണ്ട് സാധിക്കത്തില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അസ്റായീലിനോട് പറയുകയാ, ജിബ്രീലിനോട് പറയുന്നു, ജിബ്രീലേ ഞാൻ പോവുകയാ, എനിക്ക് സന്തോഷമുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുവോ, എനിക്ക് സന്തോഷത്തോടെ മരിക്കണം, എനിക്ക് സന്തോഷത്തോടെ മരിക്കണം. ജിബ്രീൽ പറയുന്നു, നബിയേ അങ്ങയുടെ സമുദായത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് നബിയേ. അപ്പോഴും എന്നെയും നിന്നെയും കുറിച്ചാ, നമ്മളെ കുറിച്ചാ അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട് നബിയേ. അങ്ങയുടെ സമുദായമുണ്ടല്ലോ, മരിക്കുന്നതിന് മുമ്പ്, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് മുമ്പ്, തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യർ ചെയ്തു പോയ പാപങ്ങളേറ്റു പറഞ്ഞ അല്ലാഹു അവരെ പുറത്തു കൊടുക്കും നബിയേ. തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്നതിന് മുമ്പ് ഞാനോ നിങ്ങളോ ചെയ്തു പോയ പാപങ്ങളേറ്റു പറഞ്ഞാൽ അല്ലാഹു പുറത്തു തരുമെന്ന് പറയുമ്പോ റൂഹ് പിടിക്ക ഇസ്രായീൽ, റൂഹ് പിടിക്ക ഇസ്രായീൽ, അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കാൻ തുടങ്ങി. പടച്ചവരെ വേദന സഹിക്കുന്നില്ല, വേദന സഹിക്കുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാ. റസൂലുള്ളാഹിന്റെ ശരീരം വിയർക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് സഹിക്കാൻ കഴിയാതെ ചോദിച്ചു പോകുന്നു, അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്ക ഇസ്രായീൽ, എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. അസ്റായീൽ പറയുന്നു, നബിയേ ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാ നബിയേ, ഒരുപാട് പ്രവാചകന്മാരുടെ റൂഹ് പിടിച്ച കയ്യാട്, ചോര കുഞ്ഞുങ്ങളുടെ റൂഹ് പോലെ എന്റെ കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ. പക്ഷേ ഇന്ന് വരെ എന്റെ കൈ വിറച്ചിട്ടില്ല നബിയേ. ഒരാളുടെ റൂഹ് പിടിക്കുമ്പോ പോലെ എന്റെ കൈയൊന്ന് വിറച്ചിട്ടില്ല നബിയേ. പക്ഷേ യാ റസൂലല്ലാഹ് ഇന്നെന്റെ കൈ വിറയ്ക്കുന്നു നബിയേ. എനിക്കിതിനെക്കാളും മയമായിട്ട് പിടിക്കാൻ അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ റൂഹ് പിടിക്കുകയാ. പ്രവാചകന് വേദന സഹിക്കാൻ കഴിയാതെ എഴുന്നേക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, തിരിഞ്ഞും മറിയുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിന്റെ മുഖം വിയർക്കുന്നത് കണ്ടപ്പോ ഓടി വന്നിട്ട് തന്റെ ഭർത്താവിന്റെ തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് വെള്ളത്തിനകത്ത് തുണി മുക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ റസൂലുള്ള ഇങ്ങനെ കിടക്കുമ്പോ തന്റെ ഭാര്യ ഇങ്ങനെ മുഖം തുടച്ചു കൊടുക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയായിഷ. മോളെ റബ്ബിനോട് ദുആ ചെയ്യടേ, മരണവേദന കുറച്ച് കിട്ടാ നീ ദുആ ചെയ്യടേ, മരണത്തിന് വേണ്ടി നീ തയ്യാറെടുക്കടേ. എന്റെ പ്രിയമുള്ളവരെ, റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനകത്തേക്ക് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരു സഹാബി കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂല് എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ നെഞ്ചിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാ. ഭാര്യയുടെ നെഞ്ചത്ത് കിടന്ന റസൂലുള്ള മരിച്ചത്, അല്ലാഹുവിന്റെ റസൂല് വഫാത്തായത് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിൽ കിടന്നാണ്. പൊന്നുമോനെ, പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ ആ സഹാബിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുന്നുണ്ട്. ആയിഷ ബീവിക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ റസൂലിന് പല്ല് തേക്കാൻ ആഗ്രഹമുണ്ട്. ആ മിസ്വാക്ക് വാങ്ങി പ്രവാചകന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ചലിക്കുന്നില്ല, കൈകൊണ്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ മിസ്വാക്ക് എടുത്ത് തന്റെ പല്ലിൽ വെച്ച് ചവച്ചു. എന്നിട്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ, ഉമ്മ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ച് കൊടുക്കുന്നത് പോലെ 18 വയസ്സുകാരി തന്റെ ഭർത്താവിനെ തോളിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ച് കൊടുക്കുകയാ. ഏറ്റവും ഭാഗ്യം കിട്ടിയ പെണ്ണല്ലേ ആയിഷ. അല്ലാഹുവിന്റെ റസൂലിന്റെ വായിക്കകത്ത് അവസാനമായി പോയത് ആയിഷ ബീവിയുടെ ഉമ്മനീരായിരുന്നു. എന്റെ പ്രിയമുള്ളവരെ,
വേദന സഹിക്കാൻ കഴിയാതെ റസൂലുള്ള ഇങ്ങനെ ഇരിക്കുമ്പോ വീടിനകത്തൊരു സഹാബി കടന്നു വരികയാ. അള്ളാന്റെ റസൂലിന്റെ വളർത്തു മകനായ ഉസാമ റളിയല്ലാഹു തആല കടന്നു വരികയാ. അള്ളാന്റെ റസൂലിന്റെ വളർത്തു മകനാണ്. ആയിഷ ബീവിയുടെ നെഞ്ചിലിങ്ങനെ ചാരിയിരുന്നിട്ട് അള്ളാന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ. അള്ളാന്റെ റസൂലിന്റെ കൈ ഇങ്ങനെ ചലിക്കുകയാ. രണ്ട് കൈയും ഇങ്ങനെ പതുക്കെ ഉയർത്തിയിട്ട് അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിക്കുന്നു. ഉസാമ, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യൂ ഉസാമ. അല്ലാഹു എന്റെ മരണവേദന ഒന്ന് കുറച്ചു തരാൻ, അല്ലാഹു എന്നോടൊന്ന് കരുണ കാണിക്കാ, നീ ഒന്ന് ദുആ ചെയ്യൂ ഉസാമ. അല്ലാഹുവിന്റെ റസൂല് പോലെ പറഞ്ഞു പോയെങ്കില് പാതിരാത്രി ഒരുമിച്ച് കൂടിയവര് രാവിലെ ഇന്നത്തെ ഒരു ദിവസം ചെയ്തു കൂട്ടിയ പാപങ്ങളെ കുറിച്ചൊന്നവർക്ക് കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിച്ചത് പോലും പാപമാ. ഒരു ദിവസം കോടാരി കോടി അപരാധം ചെയ്ത ഞാനും നിങ്ങളും ഇന്ന് രാത്രി അങ്ങ് മരിച്ചാ എങ്ങനെയാ ഇസ്രായേൽ വരുന്നത്? എങ്ങനെയാ നമ്മളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നത്? മയ്യത്ത് കുളിപ്പിക്കുന്നവർക്കറിയാ, മലമൂത്ര വിസർജനം നടത്തുന്ന ചില ആൾക്കാരുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, കോഴി അറുക്കുന്നത് കണ്ടവരുണ്ടല്ലോ. ഒതുകിയ മൃഗത്തെ അറുക്കുമ്പോ എല്ലാ മൃഗങ്ങളും കയ്യും കാലിട്ടടിച്ചിട്ടാ മരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ മരിക്കുമ്പോ കൈകാലിട്ടടിക്കാറില്ല. മനുഷ്യൻ മരിക്കുമ്പോ കൂടെ കിടക്കുന്നവന് പോലും മനസ്സിലാകില്ല മരിക്കുകയാണെന്ന്. കാരണം എന്തേ? കാലും കൈയും അടിക്കണമെന്ന് വിചാരിച്ചാലും അടിക്കാൻ കഴിയില്ല. കാരണം 500 മലക്കുകൾ, അസ്രായീലിന്റെ കൂടെ 500 മലക്കുകൾ ഇറങ്ങി വരും. 250 മലക്കുകൾ ഒരു ഭാഗത്ത്, 280 മലക്കുകൾ മറുഭാഗത്ത്. 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു വച്ചിരിക്കുകയാ. 500 മലക്കുകൾ നമ്മുടെ കയ്യും കാലും പിടിച്ചു കൊടുക്കണമെങ്കിൽ മരണത്തിന് എത്ര വേദനയെന്നറിയോ? മരണത്തിന് എത്ര വേദനയെന്നറിയുവോ? അല്ലാഹുവേ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ. ഞങ്ങളുടെ മരണസമയം നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ. പടച്ചവനെ, മലമൂത്ര വിസർജനം നടത്തിയിട്ട് മരിക്കുന്നവരെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവരെ, മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞിട്ട് മരിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ.